നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഓഡിറ്റിംഗ്. അല്ലേ, നമ്മൾ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കമ്പനി അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഓഡിറ്റിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഓഡിറ്റിംഗ് തിയറി സബ്ജക്റ്റാണ്. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു എക്സാമിന് കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പ്രിപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി, നമുക്ക് സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. പ്യുവർലി തിയറി സബ്ജക്റ്റാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് തന്നെയാണ്, പ്യുവർലി തിയറി സബ്ജക്റ്റാണ്. ലാസ്റ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പാസ്സാവാൻ പറ്റും. പക്ഷേ അങ്ങനല്ല. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഓഡിറ്റിങ്ങിൽ കുറേ പ്രൊവിഷൻസ് ഉണ്ട്, കുറേ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണം, ഇത് അവിടെ റെക്കോർഡ് ചെയ്യണം, ഇതിൻ്റെ സമയം ഇത്രയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓഡിറ്റിംഗ് ഒരു തിയറി സബ്ജക്റ്റാണോ? അല്ല, ഓഡിറ്റിംഗ് ഒരിക്കലും ഒരു തിയറി സബ്ജക്റ്റ് അല്ല. ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെയോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയോ ഒക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വാളിഫിക്കേഷൻസ് CAയും CMA ഒക്കെ പാസ്സായിട്ട് ചെയ്യാൻ പോണത് എന്താണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യാനാണ് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ നേടിത്തരാൻ പറ്റുന്ന ഒരു സെക്ടറാണ് എന്തെന്ന് പറയുന്നത്, ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. CA പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ മിക്കപ്പോഴും ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സാധനം പഠിക്കുന്നത് മിനിമം ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അവർക്ക് അവരുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കുറച്ചും കൂടെ നേരത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടിയതിന് ശേഷമായിരിക്കും അവർ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും, കാരണം ആ പ്രൊവിഷൻസും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക അവർക്കറിയാം. പക്ഷേ CMAക്ക് പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല. നമ്മൾ ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം തിയറി ആയിട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രാക്ടിക്കലി എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവലിന് പഠിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി ട്രെയിനിങ്ങിനൊക്കെ പോകാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തിയറി പേപ്പറല്ല. നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം തിയറി പഠിക്കുന്നത് പോലെ ഓടിച്ച് വായിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്നൊരു സാധനമല്ല ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഓഡിറ്റിങ്ങിൻ്റെ പ്രാക്ടിക്കലി ഉള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു പേപ്പറാണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 100-150ഓളം പേജുകളിലോളം നമ്മുടെ ഈ ഓഡിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് സിമ്പിളായിട്ട് പഠിക്കാം. എങ്ങനെ? ഷോർട്ട് നോട്ടുകൾ എഴുതിയിട്ട് നമുക്കത് സിമ്പിളായിട്ട് ഇത്രയും നാൾ പഠിച്ചതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഓഡിറ്റിംഗ് പഠിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, നമുക്ക് സിമ്പിളായിട്ട് ഓഡിറ്റിംഗ് പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് എങ്ങനെയാണ്? എല്ലാ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററുകളും ഒക്കെ നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും ബേസിക് കോൺസെപ്റ്റിൽ നിന്നാണ് അല്ലേ? നമുക്കിവിടെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് തുടങ്ങാം. ഓഡിറ്റിംഗ് അല്ലേ? ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ വേർഡായിട്ടുള്ള ഓഡിറ്റ് എന്തിൽ നിന്നാണ് വന്നത് നോക്കി. ഇവിടെ ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ഓഡിറ്റ് എന്ന് പറയുന്ന ഈ വേർഡ് വന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന്. അതായത് ഒഡൈർ എന്നാണ് ആ ലാറ്റിൻ വേർഡ്. ആ ഒഡൈർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് നമ്മുടെ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് ഉരുത്തിരിഞ്ഞ് വന്നത്. അപ്പോൾ ഈ ഒഡൈറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലിസൺ എന്നാണ്, കേൾക്കുക, പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നാണ് ആ ഒഡൈറിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണോ? അതെ, സത്യം പറഞ്ഞാൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ വിട്ടുതരാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എനിക്കൊരു ബിസിനസ് ഉണ്ട്. എനിക്കെന്തുണ്ട്? ഒരു ബിസിനസ് ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്മളെ നാട്ടിൻപുറത്തിൽ കാണുന്ന ഒരു കട. കുറച്ച് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, മിഠായി, ബിസ്ക്കറ്റ്, കുറച്ച് ബേക്കറി ഐറ്റംസ്, പിന്നെ കുറച്ച് പഞ്ചസാര, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇല്ല. നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ ഒരു കടയിൽ കാണുന്ന ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് എൻ്റെത്. ആ കടയിൽ ഞാൻ തന്നെയാണ് കട നടത്തുന്നത്, എൻ്റെ കടയാണ്. ഞാൻ കടയിൽ നിൽക്കുന്നു, ആൾക്കാർ വരുന്നു, ഞാൻ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഞാൻ തന്നെ അവർക്ക് സെയിൽ ചെയ്യുന്നു, പൈസ എല്ലാം അക്കൗണ്ട്സിൽ ഇടുന്നത് ഞാൻ, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല. എൻ്റെ ബിസിനസ് ഞാൻ തന്നെ നോക്കുന്നു, കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കുന്നതാണെങ്കിൽ ഓക്കെ, എനിക്കവിടെ ആരെയും ബോധിപ്പിക്കാനില്ല. ആ കടയിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്നൊക്കെ എനിക്ക് തന്നെ അറിയാം, കാരണം എനിക്ക് എന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോടാ. പക്ഷേ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക, ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ CMA പാസ്സായി, ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ എൻ്റെ കട എവിടെ ഇല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് കടയിൽ നിന്ന് അത്യാവശ്യം നല്ല റവന്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്തുനിന്ന് ഒരാളെ അവിടെ ജോലിക്ക് വെക്കാം. പുറത്തുനിന്ന് ഒരാളെ നമ്മളവിടെ ജോലിക്ക് വെക്കുകയാണ്. ജോലിക്ക് വെക്കുമ്പോൾ അവൻ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, കണക്കും കാര്യങ്ങളൊക്കെ തരും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനി എവൻ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ എംപ്ലോയി ആണ്. അപ്പോൾ ഒരു 100% ഒരു അവൻ്റെ ഓണസ്റ്റി 100% ഒന്നും കാണില്ല. എന്തായാലും ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്ത ആഴില്ല എന്ന് നമ്മൾ ഒരു പഴയ പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ഇത് കണക്ക് എല്ലാം അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, തട്ടിപ്പും വെട്ടിപ്പും തിരിമറിയും പൈസ അടിച്ചു മാറ്റലും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഞാനൊരു ഓഡിറ്ററെ വയ്ക്കും. ഞാൻ ആരെ വയ്ക്കും? ഒരു ഓഡിറ്റർ വെച്ചിട്ട് പറയും, എടാ ഇവിടെ വരുന്ന ഞാൻ ഇത്രയും എമൗണ്ടാണ് അവൻ്റെ കയ്യിൽ കൊടുത്തത്, ഇത്രയും സ്റ്റോക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോൾ അവൻ പറയുന്ന കണക്കനുസരിച്ച് ഇത്രയും സാധനങ്ങൾ ഇത്രയും പൈസയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന രീതിയിലാണോ ഈ ബിസിനസ് നടക്കുന്നത്? ഇവൻ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇവൻ തന്നിരിക്കുന്ന റിപ്പോർട്ട് ഇവൻ ലാസ്റ്റ് പറയും എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, ഇത്രയും സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ പറയും. അതെല്ലാം കറക്റ്റാണോ എന്ന് നീ ഒന്ന് നോക്കാൻ പറയും. ഓക്കെ അല്ലേ? അപ്പോൾ അവൻ എന്ത് ചെയ്യും? ചെന്ന് നോക്കിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പറയും, എടാ കറക്റ്റാണ്, അവൻ തന്നിരിക്കുന്ന ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവൻ തന്നിരിക്കുന്ന ആ എമൗണ്ടും ആ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ പക്കയാണെന്ന് പറയും, അല്ലേ? ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് പറയും. അല്ലെങ്കിൽ പറയും, അല്ലടാ അതിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളോട് പറഞ്ഞു തരത്തില്ലേ? ഇതാണ് സത്യത്തിൽ എന്തെന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞേടാ, നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിനെ നമുക്കൊന്ന് കൊമേഴ്സിൻ്റെ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണേഴ്സ്, അല്ലേ? ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ആയിരിക്കും. നമ്മൾ കമ്പനിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഒരുപാട് പേരുണ്ട്. ഒരു കമ്പനിക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് നടത്തുന്നത് ആരാ? മാനേജ്മെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് നമ്മൾ എലക്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ, അല്ലെങ്കിൽ കുറേ പ്രൊഫഷണൽസ്, കുറേ മാനേജ്മെൻറ്റ് ടീമിലുള്ള കുറേ ആൾക്കാരായിരിക്കും ബിസിനസ് നടത്തുന്നത്, അല്ലേ? അവരെ നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് വേറെ, ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് വേറെ. ബിസിനസ്സിൻ്റെ ഓണേഴ്സ് വേറെ, ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് വേറെ. അങ്ങനെയാണെങ്കിൽ ഈ മാനേജ്മെൻറ്റ് ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ലാസ്റ്റ് നമുക്ക് പറയും, ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ P&L ട്രേഡിംഗ് അക്കൗണ്ടും കാര്യങ്ങളും, ഇത്രയൊക്കെയാണ്, നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ഒരു ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് പറയും, ഈ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ ചെക്ക് ചെയ്തിട്ട് വാ. അപ്പോൾ ഓഡിറ്റർക്ക് കുറേ റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓഡിറ്റർക്ക് കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഡിറ്റർ ഒരു സ്റ്റാൻഡേർഡ്, കുറേ നമ്മുടെ ലോകം മൊത്തം അംഗീകരിച്ചിരിക്കുന്ന കുറേ സ്റ്റാൻഡേർഡ് പ്രകാരം ഈ കമ്പനിയിലേക്ക് പോവുകയും ഈ കമ്പനിയിൽ അവർ തന്നിരിക്കുന്ന ഐറ്റംസ് മൊത്തം കറക്റ്റാണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യും, എക്സാമിൻ ചെയ്യും. എന്നിട്ട് കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മുടെ ഓണേഴ്സിൻ്റെ അടുത്ത് ഈ ഓഡിറ്റർ വന്നിട്ട് പറയും, ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്, ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയും. അല്ലെങ്കിൽ പറയും അല്ലാന്ന്. ഓക്കെ അല്ലേ? ഇതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്ന ഈ ഒഡായിരുന്ന പറഞ്ഞ വേർഡ് എന്താണ്? ലിസൺ എന്നല്ലേ? ഈ നമ്മൾ പണ്ടത്തെ കാര്യത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പണ്ട് ഇവരെന്ത് ചെയ്യുന്നത് അറിയാമോ? ഇത് കണക്ക് എൻ്റെ ബിസിനസ് നടത്തുന്ന മറ്റൊരുത്തനാണെങ്കിൽ നമ്മളൊരു ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചോദിക്കും, ഇതെങ്ങനെയാണ് വന്നത്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ബിസിനസ് നടത്തുന്ന ആൾ എന്ത് ചെയ്യും? ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആർക്ക് കൊടുക്കണം? ഓഡിറ്റർക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ ചെയ്യുന്ന ജോലി എന്തുവാ? ടു ലിസൺ, അല്ലേ? എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ വന്നതെന്ന് മറ്റവൻ്റെ എക്സ്പ്ലനേഷൻ ലിസൺ ചെയ്യുന്നു, കേൾക്കുന്നു. അതുകൊണ്ടാണ് ഒഡായർ എന്ന് പറയുന്ന വേർഡിൽ ഓഡിറ്ററും ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം വന്നത്. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഒഡായറും ഓഡിറ്റിങ്ങും അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷനും ഓൾറെഡി പഠിച്ചു, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബിസിനസ്സിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, അതുപോലെ ബിസിനസ്സിന് ഓണേഴ്സ് ഉണ്ട്, അവർ ബിസിനസ്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് പറഞ്ഞ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനും പഠിക്കാം. ഓക്കെ, ഓഡിറ്റിംഗ് ഡെഫിനിഷൻ നമ്മൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 7 or 8 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഡെഫിനിഷൻസ് ആണ്. പല ഓതേഴ്സ്, പല നമ്മുടെ കൊമേഴ്സ് ഫീൽഡിൽ നിൽക്കുന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള അടിപൊളി കുറേ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മോഡേൺ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യുന്ന ഡെഫിനിഷനാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷൻ പഠിക്കാം. എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഡേറ്റ, സ്റ്റേറ്റ്മെൻറ്റ്, റെക്കോർഡ്സ്, ഓപ്പറേഷൻസ് ആൻഡ് പെർഫോമൻസ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പറയുന്ന ആ ഓഡിറ്റിംഗ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എ സിസ്റ്റമാറ്റിക്, അല്ലേ? ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന, അതിന് കറക്റ്റായിട്ടൊരു ഓർഡർ ഉണ്ട്, കറക്റ്റായിട്ടൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടും അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും, ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട്, അല്ലേ? നമ്മളൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യരുത്, ഒന്നിനെയും ഫേവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബയസായിട്ടോ ആയിരിക്കരുത് ആ കാര്യങ്ങൾ, ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവങ്ങൾ നടത്തേണ്ടത്. നമ്മൾ എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അല്ലേ? നമ്മൾ ബയസായിട്ട് ആർക്കെങ്കിലും ഫേവറബിൾ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻവിധിയോടു കൂടിയോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പാടില്ല. എങ്ങനെയായിരിക്കണം ചെയ്യുന്നത്? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? എക്സാമിനേഷൻ, കറക്റ്റായിട്ടാണോ സംഭവങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്, എക്സാമിനേഷൻ ഓഫ് ഡേറ്റ, സ്റ്റേറ്റ്മെൻറ്റ്സ്, റെക്കോർഡ്സ് ഓപ്പറേഷൻസ് ആൻഡ് പെർഫോമൻസ്. ഓക്കെ അല്ലേ? ആ ഫേമിൻ്റെ ഓപ്പറേഷൻസും ആ ഫേമിൻ്റെ പെർഫോമൻസും സ്റ്റേറ്റ്മെൻറ്റ്സും റെക്കോർഡ്സും ഡേറ്റയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. അതും എങ്ങനെ? സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാമിൻ ചെയ്യണം. ഓക്കെ അല്ലേ? അത് ഫൈനാൻഷ്യൽ ആൻഡ് അതർവൈസ്. ഫൈനാൻഷ്യലി ആണെങ്കിൽ അങ്ങനെ, അല്ല ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. അതാണ് ഓഡിറ്റിംഗ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, തീർന്നില്ല. എന്തിൻ്റെയാണ് നോക്കി? ഇതൊക്കെ ആരുടെയാണ് ചെയ്യേണ്ടത്? ഓഫ് ആൻ എൻ്റർപ്രൈസ് ഫോർ a stated purpose. ഒരു എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫേമോ ഒരു കമ്പനിയോ
എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു സ്ഥാപനം എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അവരുടെ റെക്കോർഡ്സിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും ഓപ്പറേഷൻസിൻ്റെയും പെർഫോമൻസിനെയൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഒരു സെൻറ്റൻസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് ആണിത്. ഞാനിത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പോയിൻ്റ് ആയിട്ട് താഴെ എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞു. ഇനി രണ്ടാം സെൻറ്റൻസ് നോക്കാം. In any auditing situation, the auditor perceives and recognizes the proposition before him for examination, collects evidence, evaluates the same, and on this base formulates his judgment, which is communicated through audit report. ഓക്കേടാ, നമ്മളെ ഓഡിറ്റർ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഓഡിറ്റർക്ക് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മുടെ ഓഡിറ്റർ എന്ത് ചെയ്യും? ഈ സിറ്റുവേഷനെ ഒന്ന് പെർസീവ് ചെയ്യും, ഒന്ന് റെക്കഗ്നൈസ് ചെയ്യും, കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കും. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കിയേ. എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ എക്സാമിനേഷൻസിലൂടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്തുകൊണ്ട്, അതുപോലെ കളക്റ്റിംഗ് എവിഡൻസ്, നമ്മൾ ഒരുപാട് എവിഡൻസ് കളക്ട് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഐറ്റംസ് പഠിക്കും. വൗച്ചിങ് എന്താണെന്നും ഇവാലുവേഷൻ എന്താണ്, അനലൈസിങ് എന്താണ്, ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ പഠിക്കും. വൗച്ചിങ് ഒക്കെ നമ്മൾ പണ്ട് ഡിഗ്രിയിലോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. അങ്ങനെ ഒരുപാട് എവിഡൻസ്, ഒരുപാട് തെളിവുകൾ. നിങ്ങൾ നോക്കിയടാ, ഒരു പ്രോപ്പറായിട്ടൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും അത് സത്യസന്ധമാണെങ്കിൽ അവിടെ എന്ത് കാണും? ഒരു എവിഡൻസ് കാണും. ഓക്കെ, നമ്മളൊരു മെഷീനറി വാങ്ങി, നമ്മുടെ കയ്യിൽ എന്ത് കാണും? പർച്ചേസ് ഇൻവോയ്സ് കാണും. നമ്മൾ സെയിൽ നടത്തി, അതിന് പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സ് കാണും. കടത്തിന് വിറ്റാലും കടത്തിന് വാങ്ങിയാലും നമ്മൾ ലോൺ എടുത്താലും അങ്ങനെ എന്ത് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സ് കാണും. എവിടെ? നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിച്ച ഒരുപാട് അക്കൗണ്ട്സും കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ പരം ഒരുപാട് റെക്കോർഡ്സുകൾ കാണും. അതുപോലെ ഒരുപാട് വൗച്ചേഴ്സ് കാണും, വൗച്ചർ എൻട്രീസ് കാണും. അങ്ങനെ നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് കാണും. അത് കളക്ട് ചെയ്യുക. ഇവാലുവേറ്റ്സ് ദ സെയിം, ആ സാധനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് അവർ തന്നിരിക്കുന്ന സാധനങ്ങളും നമ്മളിപ്പോൾ എടുത്തേക്കുന്ന എവിഡൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഇവാലുവേഷൻ നടത്തുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഓൺ ദിസ് ബേസിസ്, അതിൻ്റെ ബേസ് അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കണം. ഫോർമുലേറ്റ്സ് ഹിസ് ജഡ്ജ്മെൻറ്റ്. അവൻ്റേതായ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കും. ആരാണ് അവൻ? നമ്മുടെ ഓഡിറ്റർ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കും. വിച്ച് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഓഡിറ്റ് റിപ്പോർട്ട്. അത് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച കുറേ ഐറ്റംസ് ഇല്ലേ? എവിഡൻസ് കളക്ട് ചെയ്യുക, എക്സാമിൻ ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കുക, അതിനുശേഷം അത് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ 5-6 വേർഡാണ് നമ്മൾ ഈ പഠിക്കാൻ പോണ എൻറ്റയർ സിലബസ്. ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ എൻറ്റയർ സാധനങ്ങൾ ഈ ഐറ്റംസാണ്. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എവിഡൻസ് കളക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എവിഡൻസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ജഡ്ജ്മെൻറ്റ് ഇടേണ്ടത്, എത്ര ടൈപ്സ് ഓഫ് ജഡ്ജ്മെൻറ്റ് ഉണ്ട്, എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ടൈപ്പ്, അതിൻ്റെ ടൈംലി എത്ര ടൈമിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അതാണ് ഈ ചാപ്റ്റർ ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പറിൽ ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായിട്ടില്ല? സിമ്പിളായിട്ട് ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. എന്തിൻ്റെ? ഡേറ്റയുടെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും റെക്കോർഡ്സിൻ്റെയും ഓപ്പറേഷൻസിൻ്റെയും പെർഫോമൻസിൻ്റെയും. അത് ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ ഓർ അതർവൈസ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഓഫ് ആൻ എൻ്റർപ്രൈസ്, ഒരു എൻ്റർപ്രൈസിൻ്റെ ആയിരിക്കണം. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ല. ഇനി വേറെ സിറ്റുവേഷനിൽ പറയാം, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഓഡിറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ആ ഫേമിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ടും അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടും അങ്ങനെ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവൻ പ്രോപ്പറായിട്ടൊരു ജഡ്ജ്മെൻറ്റ്, അവൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കും. ആ ജഡ്ജ്മെൻറ്റ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? പറ. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതിന് പുറമേ നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കി വയ്ക്കുക. ഒരു ബിസിനസ്സാണ്, ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകണം മാനേജ്മെൻറ്റാണ്. ബിസിനസ്സിൻ്റെ ഓണേഴ്സ് വേറെയാണ്, മാനേജ്മെൻറ്റ് വേറെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്ത് ചെയ്യും? ഈ മാനേജ്മെൻറ്റ് തന്നിരിക്കുന്ന റിപ്പോർട്ട് കറക്റ്റാണോ എന്ന് അറിയണ്ടേ? അതിന് വേണ്ടി ഒരു ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യും. ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തും. അതിനുശേഷം ഈ തന്നിരിക്കുന്ന റിപ്പോർട്ട് ആരുടെയാണ്? നമ്മുടെ മാനേജ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് ചെക്ക് ചെയ്യും അല്ലേ? ചെക്ക് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് തിരിച്ചാർക്ക് കൊടുക്കും? ഓണേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കും. ഓഡിറ്റർ പരിപാടി കഴിഞ്ഞു, ഓഡിറ്റർ ഫീസ് വാങ്ങിച്ചിട്ട് ഓഡിറ്റർ പരിപാടിക്ക് പോകും. പ്രശ്നമില്ലടാ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിളല്ലേ? ഇന്ന് ഫസ്റ്റ് വീഡിയോ അല്ലേ? നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം കൂടെ പഠിച്ചിട്ട് ഓഡിറ്റിംഗ് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് വീഡിയോ ആണ്, നമ്മൾ കുളമാക്കേണ്ട കാര്യമൊന്നുമില്ല, ചുമ്മാ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. അടുത്ത വീഡിയോ മുതൽ നമുക്ക് പഠിക്കാനുള്ള ഓരോ ടോപ്പിക്കും ഓരോ പ്രൊവിഷൻസ്, നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വളരെ ഷോർട്ടായിട്ട്, വളരെ ഷോർട്ട് നോട്ട്സ് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. കൂടാതെ റിയൽ വേൾഡ് എക്സാമ്പിൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഓഡിറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ അതുപോലെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓഡിറ്റിംഗ് പഠിക്കാം. തിയറി ആയിട്ടല്ല, ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് പോലെ. പ്രശ്നമല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി പഠിക്കാം. ഓഡിറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി നമ്മൾ ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റിൽ ഫസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെ ഇവാലുവേഷൻ കുറേ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്.
അത് ഏകദേശം ഒരു 1.5 പേജോളം ഈ ഹിസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ ഓഡിറ്റിംഗ് പഠിക്കുമ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും പറയും ഇതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടോ, ഇത് ഏതെങ്കിലും ഓതേഴ്സ് തന്നിരിക്കുന്ന ബുക്ക് വെച്ചിട്ട് വേണോ പഠിക്കാൻ, എളുപ്പവിദ്യ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സ്റ്റഡി നോട്ടാണ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സ്റ്റഡി നോട്ട് ബേസ് ചെയ്ത് പോയാൽ മതി. സ്റ്റഡി നോട്ടിന് പുറമേ ഒന്നും ചോദിക്കില്ല, പക്ഷേ സ്റ്റഡി നോട്ടിൽ കൊടുത്തിരിക്കുന്ന എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ സ്റ്റഡി നോട്ട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി, വേറെ ഒന്നും പഠിക്കണം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതും സ്റ്റഡി നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ആരെങ്കിലും നമ്മളൊരു നീന്തൽ പഠിപ്പിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് നീന്തൽ പഠിപ്പിക്കുന്നത്? ആൾ പറയാണ് ഇതാണ് നമ്മുടെ കുളത്തിൽ ഇത്രയും വെള്ളം കാണും, നമ്മൾ ആദ്യമേ ചാടുക, കാലിട്ടടിക്കുക, കൈയിട്ടടിക്കുക, അങ്ങനെ പയ്യെ മുമ്പോട്ട് നീന്തി പോകുന്നു. തിയറി ഫുള്ള് നമ്മളെ പഠിപ്പിച്ചു. അതാണ് സത്യത്തിൽ നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നീന്തൽ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ആ കുളത്തിൽ ചാടുകയും കുറച്ച് വെള്ളം കുടിക്കുകയും കുറച്ച് മുങ്ങിപ്പോവുകയും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നീന്തൽ പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ നീന്തൽ പഠിക്കുന്നതിന് പകരം നമുക്ക് അതിൻ്റെ തിയറി സാധനങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നീന്തൽ പഠിക്കും, ഇങ്ങനെ നിങ്ങൾ ഓഡിറ്റിംഗ് പഠിക്കുമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ആ കുളത്തിലിറങ്ങി നീന്തൽ പഠിക്കുന്നത് പോലെ തന്നെ ഓഡിറ്റിംഗ് പഠിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ചവറന്നൊന്നും പറയൂല, കുറച്ച് വർഷങ്ങൾ എങ്ങനെയാണ് ഈ ഓഡിറ്റിംഗ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഓഡിറ്റിങ് 3600 BC to 3200 BC ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഓഡിറ്റിങ് നമ്മുടെ ഭൂമിയിൽ മനുഷ്യർ ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ സംഭവം ചെയ്തു വന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ല, ഇതൊക്കെ തെളിവാണ്. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചുമ്മാ പറയുക അസംഷൻസിൻ്റെ ബേസിലും പല കവിതകളുടെ ബേസിലും പണ്ടുള്ള ആൾക്കാരൊക്കെ കവിത എഴുതത്തില്ലേ. നമ്മുടെ ലണ്ടനിൽ ഈ ഓഡിറ്റിംഗ് നടത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഒരു പുസ്തകമോ എന്തോ ഉണ്ടായിരുന്നു. ആ പബ്ലിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഏതോ ഗവൺമെൻറ് ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പരാമർശിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ സമയത്തും എന്തുണ്ടായിരുന്നു? ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുപോലുള്ള കുറച്ച് തെളിവുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ വർഷങ്ങളും എങ്ങനെയാണ് ഓഡിറ്റിംഗ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഓഡിറ്റിംഗ് വന്നതെന്ന് നമ്മൾ പഠിച്ചു ആ വർഷങ്ങൾ. അപ്പം പറഞ്ഞു 3600 to 3200 BC കാലഘട്ടത്തിലെ ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. എവിടെയാണ്? ഏൻഷ്യൻറ്റ് ഈജിപ്റ്റ്, നമ്മുടെ ഈജിപ്തിൽ അതുപോലെ ഗ്രീക്കിൽ റോമൻസും ഗ്രീക്കും ഈജിപ്ഷ്യൻസും എല്ലാവരും ഈ ഓഡിറ്റിങ് ഏൻഷ്യൻ്റായിട്ട് 3600 to 3200 BCയിലെ ഓഡിറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്നു എന്നുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തെളിവുകൾ ചിലപ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും കിട്ടിയിട്ടുള്ള? ഏതെങ്കിലും ഗുഹയിൽ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു റിപ്പോർട്ടുകൾ പോലെ എന്തെങ്കിലും ഒരു കാടെന്ന് ഞാൻ ഉദ്ദേശിച്ച ഫലകങ്ങളൊക്കെ ഇല്ലടാ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അത് കിട്ടിയത്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ 12th സെഞ്ചുറിയിൽ ലണ്ടനിൽ അതിൻ്റെ കോർപ്പറേഷൻസിൻ്റെ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവും കിട്ടിയിട്ടുണ്ട്. എവിടെയാണ്? 12th സെഞ്ചുറിയിൽ, 12ാം നൂറ്റാണ്ടിൽ. ഓക്കെ, അതിനുശേഷം 1314 ഓഡിറ്റേഴ്സ് വെയർ ഒഫീഷ്യലി അപ്പോയിൻറ്റഡ് ടു ചെക്ക് ദ പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇംഗ്ലണ്ട്. അതിനുശേഷം 1314 ഇംഗ്ലണ്ടിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റേഴ്സിനെ ഒഫീഷ്യലി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ അല്ലേ? അതിനുശേഷം ഈ പുള്ളിക്കാരൻ്റെ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നോക്കേ, ലൂക്ക പാസിയോളി എവിടെയാണ് കേട്ടിട്ടുള്ളത്? നമ്മൾ ആദ്യമായിട്ട് കൊമേഴ്സ് പഠിച്ചപ്പോൾ നമ്മുടെ പൊതുവെ എല്ലാവരും ആദ്യമായിട്ട് കൊമേഴ്സ് പഠിക്കുന്ന സാധനം അക്കൗണ്ടൻസി ആയിരിക്കും അല്ലേ? ആ അക്കൗണ്ടൻസിയിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻസ് അക്കൗണ്ടൻസി ആസ് അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന സാധനമാണ് ഫാദർ ഓഫ് അക്കൗണ്ടൻസി അല്ലേ? അക്കൗണ്ടൻസിയുടെ പിതാവ് ആരാണ്? ലൂക്ക പാസിയോളി. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്, ആദ്യമേ പഠിച്ചത് അക്കൗണ്ടൻസിയുടെ പിതാവ് ഇത്, അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ ഇത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പിതാവ് അക്കൗണ്ടൻസിയുടെ പിതാവ് ലൂക്ക പാസിയോളി. ഈ ലൂക്ക പാസിയോളി നമ്മളെ ഡബിൾ എൻട്രി സിസ്റ്റം ഇല്ല, അക്കൗണ്ടൻസിയുടെ ഡബിൾ എൻട്രി സിസ്റ്റം. ആ ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാ നോക്കി 1494. അപ്പോൾ 1494 ലൂക്ക പാസിയോളി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മാത്തമെറ്റീഷ്യൻ എന്തുകൊണ്ടുവന്നു? നമ്മളെ ഡബിൾ എൻട്രി സിസ്റ്റം, നമ്മളിപ്പോൾ ചെയ്യുന്ന ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൻ്റെ ഏൻഷ്യൻ സിസ്റ്റം, ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മളെ ലൂക്ക പാസിയോളിയാണ് എന്ന് 1494. ആ സമയത്ത് ആ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കൂടെ എന്തും കൊണ്ടുവന്നു? ഓഡിറ്റ് പ്രാക്ടീസ്. ഇത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിരിക്കണം, ഈ സാധനങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് അറിയണ്ടേ, നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് അറിയണ്ടേ. അങ്ങനെയാണെങ്കിൽ ഈ ഡബിൾ എൻട്രി സിസ്റ്റവും അതിനോടൊപ്പം ഓഡിറ്റ് പ്രാക്ടീസും ആര് കൊണ്ടുവന്നു? നമ്മുടെ ലൂക്ക പാസിയോളി പ്രോപ്പറായിട്ട് അതിനെ എവിടെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
എന്നാണ് 1494. ഓക്കെ, അതിനുശേഷം 80th സെഞ്ച്വറി ആയപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അതായത് വലുതായിട്ട് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻസ് നടത്താൻ തുടങ്ങി. സ്റ്റീലിൻ്റെയും അയണിൻ്റെയും ഗോൾഡിൻ്റെയും നമ്മുടെ ക്ലോത്തിങ്ങിൻ്റെയും അതുപോലെ മെഷീനറികളുടെയും കാറ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് തുടങ്ങാൻ തുടങ്ങി. എന്ന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടൈമിൽ, അതായത് 80th സെഞ്ച്വറിയിൽ. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡെഫിനേഷൻ അങ്ങോട്ട് വലുതാവുകയും അതിൻ്റെ സ്കോപ്പ് വലുതാവുകയും അതിനെ പല മേഖലകളിൽ തിരിക്കുകയും അതിങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇത് റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നടന്ന കാര്യം. ഇനി നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യം പറയണ്ടേ? ഈ 80th സെഞ്ച്വറിയിൽ നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് മൗര്യ ഡൈനാസ്റ്റി, ഗുപ്ത ഡൈനാസ്റ്റി, അതുപോലെ നമ്മുടെ മുഗൾ എംപയേഴ്സ്. ഓക്കെ അല്ലേ? പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ 18ാം നൂറ്റാണ്ടിൽ ഭരിച്ചുകൊണ്ട് നിന്നത്. ഓക്കെ, ആ 18ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ഈ താഴെ പറയുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ നടക്കുന്നത്. ആദ്യത്തെ നമ്മുടെ കമ്പനീസ് ആക്ട് എന്താണെന്നറിയാമോ? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1857. എന്നാടാ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1857. അതിൽ നമ്മുടെ ഓഡിറ്റിംഗ് വേണം, കമ്പനികളെല്ലാം അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഓപ്ഷണലായിരുന്നു. അതെന്തായിരുന്നു? ഓപ്ഷണലായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് ഓപ്ഷണലായിരുന്നു. എന്നാണ് നമ്മുടെ ഫസ്റ്റ് കമ്പനീസ് ആക്ടുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1857. ഓക്കെ, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് 1913 നമ്മുടെ കമ്പനീസ് ആക്ട് 1913 വന്നു. അന്ന് നമ്മൾ ഈ ഓഡിറ്റിങ്, കമ്പനികൾക്ക് ഓഡിറ്റിങ് കമ്പൽസറി ആക്കി. കമ്പനികൾക്ക് ഓഡിറ്റിങ് എന്ത് ചെയ്തു? കമ്പൽസറി ആക്കി. ഓക്കെ, അതിനുശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കമ്പനീസ് ആക്ട് അല്ലേ, നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ പഠിച്ചുകൊണ്ടിരുന്ന കമ്പനീസ് ആക്ട് 1956 അല്ലേ, ആ 1956 വരികയും ആ 1956 ഓഡിറ്റിംഗ് ഇങ്ങനെ ആയിരിക്കണം, ഓഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഓഡിറ്റർ എന്ന് വിളിക്കും. ആ ഓഡിറ്റർ എന്ന് പറയുന്ന പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അവർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം എന്നൊക്കെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. എവിടെ? നമ്മളെ കമ്പനീസ് ആക്ട് 1956. ഓക്കെ അല്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കമ്പനീസ് ആക്ട് 1956 ആണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഓഡിറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും, ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് 1956. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുകയെ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് കമ്പനി ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നൊക്കെ കമ്പനീസ് ആക്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളെന്തിനാ കോസ്റ്റ് അക്കൗണ്ടൻസ് എന്തിനാണ് ഈ ഓഡിറ്റിംഗ് പഠിക്കുന്നത്? എടാ ഈ ചില ഓഡിറ്റിംഗ് മാത്രമാണ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പുറമെ കോസ്റ്റ് ഓഡിറ്റിംഗ് ഉണ്ട്. അത് ആർക്കേ ചെയ്യാൻ പറ്റൂ? നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുപോലെ ഇപ്പോൾ നമ്മുടെ GST ഇല്ലേ, GST ഓഡിറ്റ് ആർക്കൊക്കെ ചെയ്യാം? കോസ്റ്റ് അക്കൗണ്ടൻസിനും ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഈ കോസ്റ്റ് അക്കൗണ്ടൻസിന് മാത്രമുള്ള ഓഡിറ്റിനെതിരെ ചാർട്ടേഡ് അക്കൗണ്ടൻസും, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഓഡിറ്റിങ്ങിനെതിരെ കോസ്റ്റ് അക്കൗണ്ടൻസും അവരൊക്കെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇത് കൊടുക്കണം, എല്ലാവരെയും സിലബസും കാര്യങ്ങളൊക്കെ സെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഭാവിയിൽ അത് മാറിക്കോളും. ഓക്കെ, പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ 1965 ഒക്കെ ആയപ്പോൾ നമ്മുടെ ഈ കമ്പനീസ് ആക്ടിൽ കുറേ അമെൻമെൻറ്റുകൾ വരികയും അതുപോലെ ഒരുപാട് സബ്സിഡറി ആയിട്ടുള്ള ഒരുപാട് ആക്ടുകൾ, കമ്പനീസ് ആക്ടിന് കീഴിൽ തന്നെയുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആക്ടുകൾ വരികയും ഇൻകം ടാക്സ് ആക്ട് വന്നു, അതുപോലെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു, അതുപോലുള്ള ഒരുപാട് ആക്ടുകളൊക്കെ വരികയൊക്കെ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ 1956 നമ്മൾ എന്ത് ചെയ്തു? കമ്പനീസ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വരുത്തുകയും അവിടെ കോസ്റ്റ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരികയും ചെയ്തു. എന്തുകൊണ്ടെന്ന്? കോസ്റ്റ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കോസ്റ്റ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വന്നിരുന്ന ഒരു സാധനം, ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 1956 നമ്മൾ കോസ്റ്റ് ഓഡിറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം 1961 ആയപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ആക്ടുകൾ വന്നു. ഇൻകം ടാക്സ് ആക്ട് വന്നു, അപ്പോൾ ടാക്സ് ഓഡിറ്റിംഗ് വന്നു, സെയിൽസ് ടാക്സ് ഓഡിറ്റ് വന്നു, ട്രസ്റ്റ് ആക്ട് ഓഡിറ്റ് വന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അങ്ങനെ ഒരുപാട് ആക്ടുകൾ വരികയും ഓരോ ആക്ടിലും പല രീതിയിലുള്ള ഓഡിറ്റിങ്ങിനെ പറ്റിയിട്ട് പറയും. ഇത് ഇന്ന ആൾക്കാർ ചെയ്യണമെന്നും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഇന്നതൊക്കെയാണെന്ന് നോക്കുക അവരെന്ത് ചെയ്തു? പല ആക്ടുകളിൽ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ സ്കോപ്പുകൾ വർദ്ധിക്കുകയും നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ വരെ എത്തുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇതാണ് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. സിമ്പിളല്ലേടാ? സിമ്പിളല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച ഈ ഒരു ഡെഫിനിഷൻ എന്ത്? നമ്മുടെ ഈ ഓഡിറ്റിങ്ങിൻ്റെ ഈ ഒരു ഡെഫിനിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓഡിറ്റിംഗ് ഫുള്ള് പഠിക്കും. ഇനി വരുന്ന വീഡിയോയിൽ മാക്സിമം സിമ്പിളായിട്ടും ഏറ്റവും ബ്രീഫായിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് കൊടുക്കുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല, നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ബോറിംഗ് ആണ്, ലാഗാണ്, എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കമൻറ്റെങ്കിലും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ മോട്ടിവേഷൻസ് കിട്ടുന്നത്. രാവിലെ തന്നെ എണീറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തിയറി സബ്ജക്റ്റ് പഠിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ നിങ്ങളുടെ ഓരോ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ, ഇത്രയും പേര് കമൻറ്റ് ചെയ്തു, ഇത്രയും പേര് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുണ്ട്,
അപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു മോട്ടിവേഷൻ തോന്നി. അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ഈ സബ്ജക്റ്റ് നല്ല സുഖമായിട്ട് മുന്നോട്ട് എല്ലാ വീഡിയോസും ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ ചാനലാണ്, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ചാനലാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഉണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ അവർ നമ്മുടെ സ്റ്റുഡൻസിനെ താഴ്ത്തി കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു കുറ്റം പറയുന്ന കുറച്ച് ചാനലൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് സംസാരിക്കേണ്ട. ഈ ചാനൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, സ്റ്റുഡൻസിൻ്റെ വോയിസാണ് നമ്മൾ ഈ ചാനലിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.